ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വി വ്ലോഗ് തൃശ്ശൂർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ പണയം വെച്ച് സ്വർണം തിരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട്, കടം മേടിച്ച് ആൾക്കാരൊക്കെ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ മാനസികമായിട്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ തന്നെ എല്ലാം തന്നെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനും വരുന്ന പണം നമ്മുടെ കയ്യിൽ നിലനിൽക്കാനും എല്ലാം നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി മന്ത്രാസ്, മാജിക്കൽ കോഡ്സ്, സ്വിച്ച് വേർഡ്സ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഇത്രയും അധികം സ്വിച്ച് വേർഡ്സും മന്ത്രവും ഒക്കെ ഉള്ളതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് പ്രാവർത്തികമാകുന്ന ആ ഒരു മന്ത്രം ആയിരിക്കില്ല മറ്റൊരു വ്യക്തിയുടെ ലൈഫ് ചേഞ്ചിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം മന്ത്രങ്ങളും ഇത്രയും അധികം സ്വിച്ച് വേർഡ്സും മാജിക്കൽ കോഡ്സും ഒക്കെ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്കൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഒരു മാറ്റം, ഒരു പോസിറ്റീവ് ഫീൽ വരുന്നത് ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിലൂടെ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ലൈഫിലുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു സ്വിച്ച് വേർഡ് അല്ലെങ്കിൽ ഒരു മാജിക്കൽ കോഡാണ് അല്ലെങ്കിൽ ഒരു മന്ത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, ഇത് തിരഞ്ഞെടുക്കുമ്പോഴത്തേനും തൊട്ട് മുതൽ ആ ഒരു ടൈം മുതൽ നമുക്കൊരു ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ഒരു 41 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ടിൻ്റെ ഒരു പകുതി ഭാഗം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അതാണ് ഈ ഒരു കോഡിൻ്റെയും മന്ത്രയുടെയൊക്കെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു വെറ്റിലയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല വൃത്തിയായിട്ടുള്ള, അല്ലെങ്കിൽ ആ ചെറിയ ചെറിയ ഹോൾസ് ഒന്നുമില്ലാതെ നല്ല ഭംഗിയുള്ള ഒരു വെറ്റില എടുക്കുക. അതിൻ്റെ തണ്ട് മുറിച്ച് കളയുക. എന്നിട്ട് ഈ ഒരു വെറ്റില എടുത്തിട്ട് നല്ലൊരു തട്ടം അല്ലെങ്കിൽ ഒരു തുണി അല്ലെങ്കിൽ വൃത്തിയുള്ളൊരു പ്രതലത്തിൽ നമുക്കിത് വെക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് മഹാലക്ഷ്മീനെ നമ്മൾ നല്ലതുപോലെ മനസ്സിൽ ധ്യാനിക്കുക. മഹാലക്ഷ്മിയുടെ സ്തോത്രം നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. മഹാലക്ഷ്മിയുടെ ആ ഒരു സ്തോത്രം നമ്മൾ മനസ്സിൽ ഉരുവിട്ടതിന് ശേഷം നല്ലതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. മഹാലക്ഷ്മിക്കൊപ്പം നമ്മൾ മുരുകനെയും പ്രാർത്ഥിക്കണം. മുരുകന് ഒപ്പം നിങ്ങൾക്ക് ഏതാണോ വിശ്വസിക്കുന്ന ദൈവം, ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ഏതാണോ ധർമ്മദൈവം, ആ ഒരു ദൈവത്തെ കൂടെ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നന്നായി പ്രാർത്ഥിക്കണം. ആദ്യം നമ്മൾ മഹാലക്ഷ്മി പ്രാർത്ഥിക്കണം, പിന്നെ നമ്മൾ മുരുകനെ പ്രാർത്ഥിക്കണം. മുരുകൻ്റെ ഒപ്പം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന മുരുകനെയാണെങ്കിൽ പിന്നെ നമുക്ക് അത്രയും മതി. അപ്പോൾ മഹാലക്ഷ്മിയും മുരുകനും നിങ്ങളുടെ ഇഷ്ടദൈവത്തെയും അല്ലെങ്കിൽ ധർമ്മദൈവത്തെയും ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇഷ്ടദൈവം വേറെയാണ്, ധർമ്മദൈവം വേറെയാണെങ്കിൽ ഇവർ 4 പേരെയും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു വെറ്റില എടുത്തിട്ട് അതിലേക്ക് ഈ കാണുന്ന ഈ ഒരു കോഡ് നിങ്ങളതിൽ എഴുതാവുന്നതാണ്. അത് റെഡ് ഇങ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മാർക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ കുങ്കുമം ചാലിച്ചിട്ടോ റെഡ് കളറിൽ വേണം എഴുതാനായിട്ട്. ഈ ഒരു വെറ്റിലയിൽ നമുക്ക് റെഡ് കളറിൽ വേണം ഈ ഒരു കോഡ് എഴുതാനായിട്ട്. 56109001 ഇതാണ് ഈ ഒരു കോഡ്. അപ്പോൾ ഈ കോഡ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് 6 രൂപയുടെ കോയിൻസ്, അതായത് ഒറ്റ രൂപയായിട്ടോ അല്ലെങ്കിൽ 2 രൂപയുടെ കോയിൻസ് ആയിട്ടോ എങ്ങനെയായാലും 6 രൂപ ആ വെറ്റിലയിൽ വയ്ക്കുക. എന്നിട്ട് ഇത് മുരുകന് സമർപ്പിക്കുക. മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് മുരുകന് സമർപ്പിക്കുക. അപ്പം നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അതിനൊരു വഴി മഹാലക്ഷ്മി കാണിച്ചു തരും. മുരുകൻ അതിന് നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ ഇത് എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച ചെയ്യാവുന്നതാണ്. ഈ ഓരോ ചൊവ്വാഴ്ചയും കഴിഞ്ഞതിന് ശേഷം പിറ്റത്തെ ദിവസം നിങ്ങൾക്കിത് എടുത്ത് കളയാവുന്നതാണ്. ഇത് കളയുന്ന സമയത്ത് വീട്ടിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ആരും ചവിട്ടാത്തൊരു സ്ഥലത്തേക്ക് വേണം ഇത് കളയാനായിട്ട്. ഈ 6 രൂപ കോയിൻസ് നിങ്ങളൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കണം. അങ്ങനെ നിങ്ങളുടെ ആ ഒരു പ്രശ്നം എപ്പോഴാണോ കഴിയുന്നത്, ആ കഴിയുന്ന സമയത്ത് ഈ കോയിൻസ് എല്ലാം കൂടി ചേർത്തിട്ട് അടുത്തുള്ള മുരുകൻ കോവിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന മുരുകൻ്റെ കോവിൽ എവിടെയാണോ ഉള്ളത് വെച്ചാൽ ആ മുരുകന് അത് സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും മേടിച്ച് സമർപ്പിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തു പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം തരണം ചെയ്ത് പോരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ അറിവിനായിട്ടും വീഡിയോസിനായിട്ടും ചാനൽ ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം വി വ്ലോഗ് തൃശ്ശൂർ.